ഇതിലുള്ള സകല സ്ത്രീകളും ദുഷ്ടരാണ്, എല്ലാം ദുഷ്ടത്തികൾ. അതായത് ഈ സിനിമ കണ്ട വിചാരിക്കുന്ന നാട്ടിൽ ആണുങ്ങൾ മാത്രം നന്മ, സ്ത്രീകൾ മൊത്തം മോശക്കാരും. ഓക്കെ, ഏത് ജെൻഡർ എടുത്തു കഴിഞ്ഞാലും അത് നല്ല ആളുകളും മോശം ആളുകളുണ്ടാവും, അത് അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രശ്നമില്ല. ആണുങ്ങളൊക്കെ നന്മ. ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരും നാട്ടിൽ പീഡനം അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളുടെ അടുത്ത് നിന്ന് എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമം ശരിയില്ലെന്ന് പറയുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല. ഇത്രയും നിയമം സംരക്ഷണം നൽകിയിട്ടും നാട്ടിൽ ഡെയിലി നടക്കുന്ന ഓരോ ഡൊമസ്റ്റിക് വയലൻസും ഓരോ വീട്ടിൽ നടക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിൽ, കുടുംബ മഹിമേന്റെ പേരിൽ, മനസ്സിലായില്ലേ, ജാതിയുടെ പേരിൽ, ഇങ്ങനെ എല്ലാം കൊണ്ട് എഡ്യൂക്കേഷന്റെ പേരിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ സ്ത്രീകൾ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് ഓരോ കുടുംബത്തിനകത്തും. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം സ്ത്രീകളെല്ലാം കുഴപ്പക്കാരാണെന്നും പുരുഷന്മാരും പീഡനം അനുഭവിക്കുന്നുണ്ടെന്നും സ്ത്രീകളെല്ലാം പിന്നെ കള്ളികളാണെന്നും സങ്കുചിത ചിന്താഗതിക്കാരാണെന്നും സെൽഫിഷ് ആണെന്നൊക്കെ കാണിക്കുന്ന തരത്തിൽ അത് ഓക്കെ, ഇതിലെ കഥാപാത്രം അങ്ങനെയായിരിക്കും എഴുതി വെച്ചത്, അങ്ങനെ കഥാപാത്രം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊരു ലാർജർ സൊസൈറ്റിയെ ഒബ്ജക്റ്റീവ്ലി അഡ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ സിനിമ എടുത്ത് വെക്കുക പറഞ്ഞാൽ ചില്ലറ വിവരക്കേട് പോലെ.